ഷിജിലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് ഇഫ്താർ സമയത്തും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ബണ്ണിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ബണ്ണ് ഫില്ല് ചെയ്യാനുള്ള ഒരു ക്രീം റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ മൈദയൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത ചിക്കനാണ്. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചീസൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ 4 ബർഗർ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 4 ബണ്ണും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബണ്ണിൻ്റെ പീസ് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ബണ്ണിലും ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. ബണ്ണിൻ്റെ എല്ലാ ഭാഗത്തേക്കും ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ബണ്ണിലും ക്രീമൊക്കെ നന്നായി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബണ്ണിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഇനി ബണ്ണിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് മൊസറല്ല ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ബണ്ണിലും ചീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബണ്ണൊന്ന് റെഡിയാക്കി എടുക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ബണ്ണും വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീസൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ ക്രീം ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.